നമുക്ക് ഈ ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് 40 മിനിറ്റായി. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് വ്യക്തമാക്കുന്ന ചില സംഗതികൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതൊരു വൈറ്റ് കോളർ ക്രൈമാണ്, ഒരു സീരിയസ് ഫ്രോഡാണ് നടന്നിരിക്കുന്നത്. എന്താ ആ ഫ്രോഡ്? ഇന്ത്യൻ ബോർഡ് ഓഫ് സെറ്റിൽമെന്റിന്റെ മുമ്പാകെ ഒരു തർക്കം വരുന്നു. എന്താ തർക്കം? അതായത് CMRL എന്ന കമ്പനി അവര് കുറച്ച് പണം ചെലവഴിച്ചിട്ട് അവർക്ക് അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കണം എന്നൊരു അവകാശം ഉന്നയിക്കുന്നു. IBS അത് പരിശോധിച്ചിട്ട് ഇത് നിങ്ങളൊരു കരാർ പുറമേ കൊടുത്ത് അത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ടെക്നോളജിക്കൽ ആവശ്യങ്ങൾക്കും വേണ്ടി ഒരു കരാർ കൊടുത്തതാണെന്ന് കാണുകയും അത് ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാൻ സാധിക്കില്ല എന്നും ഒരു സർവീസിന് വേണ്ട, ഒരു സേവനത്തിന് വേണ്ട ചെലവാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ടാക്സിൽ ഇളവ് ലഭിക്കില്ല എന്ന് ഇൻകം ടാക്സ് ബോർഡ് ഒരു ഫൈൻഡിങ്ങിൽ എത്തുന്നു. ഈ ഫൈൻഡിങ് എത്തുന്നത് എങ്ങനെയാ? ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരെ അവർ അഫിഡവിറ്റ് കൊടുക്കുന്നു, സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു ഇൻകം ടാക്സ് ഓഫീസർ മുമ്പാകെ. ആ കമ്പനിയുടെ MD തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. എക്സാലോജിക് കമ്പനിയുമായിട്ട് ഞങ്ങൾ കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള സേവനവും കഴിഞ്ഞ 3 വർഷത്തിൽ ലഭിച്ചിട്ടില്ല, കരാർ എഴുതി 3 കൊല്ലത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ സമ്മതിക്കുന്നു. അതിനർത്ഥം 1.72 കോടി രൂപ, 1.25 കോടി രൂപ വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഈ കമ്പനി വെറുതെ കൊടുത്തു എന്നർത്ഥം. എന്നിട്ടാണ് ഇവർ പറയുന്നത്, ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് BJP എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ്, ഇത് ശുദ്ധ തട്ടിപ്പാണ്, വേറൊന്നുമല്ല, വൈറ്റ് കോളർ ക്രൈം. ഒരു കരാർ ഉണ്ടാക്കുന്നു, ആ കരാർ പ്രകാരം 1.25 ലക്ഷം രൂപ എക്സാലോജിക് കമ്പനിക്ക് കൊടുക്കുന്നു. എന്നാൽ ആ കരാറിൽ പറയുന്ന ഒരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന് കരാർ ഏർപ്പെട്ട കമ്പനി തന്നെ സമ്മതിക്കുന്നു. ഇതിൽ പരം ഇനി വലിയ തട്ടിപ്പ് വേറെ എന്താ ഉള്ളത്? ഇനി മറ്റൊരു സംഗതി കൂടി ഞാൻ പറഞ്ഞുതരാം. ജനുവരി 1, 2017 ഈ കരാർ ഒപ്പിടുന്നത്. 2019-20 കാലഘട്ടം വരെ ഒരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് BJP അല്ല, CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡ് മുമ്പാകെ അവർ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു സേവനവും ലഭിച്ചിട്ടില്ല. ഇനി ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഈ കമ്പനി ഇപ്പൊ ഡോർമെന്റ് ആണ്, അതായത് ഇപ്പോ ഈ കമ്പനി സജീവമല്ല എന്ന രീതിയിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനി മുമ്പാകെ ഉള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ഈ കമ്പനി ഇപ്പൊ ഡോർമെന്റ്, യാതൊരു വിധത്തിലുള്ള ഇടപാടും നടക്കുന്നില്ല എന്നുള്ളത്. ഇനി മറ്റൊരു വിചിത്രമായ ഒരു സംഗതി, ഈ കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ, അതായത് ഓഹരി മൂലധനം എന്ന് പറയുന്നത് വെറും 1 ലക്ഷം രൂപയാണ്. ഈ 1 ലക്ഷം രൂപ മൂലധനമുള്ള കമ്പനിക്കാണ് CMRL എന്ന് പറയുന്ന കേരള സംസ്ഥാനത്തിന്റെ ഒരു KSIDC എന്ന സ്ഥാപനത്തിന് 15% ഓഹരി ഉള്ള ഒരു കമ്പനി 1.72 കോടി രൂപ കൈമാറുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഒരു തട്ടുകട, കട്ടൻ ചായയും പരിപ്പ് വടയും വിൽക്കുന്ന ഒരു തട്ടുകടയ്ക്ക് യൂസുഫ് അലി 10 കോടി രൂപ കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ ജനത വിശ്വസിക്കണം. 1 ലക്ഷം രൂപ പെയ്ഡപ്പ് ക്യാപിറ്റൽ ഉള്ള കമ്പനി, വീണ വിജയൻ MD ആയിട്ട് അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന കമ്പനിക്ക് 1.25 കോടിയുടെ കരാർ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇനി ഇത് സ്വാഭാവികമായിട്ടും ഈ ആരോപണങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കുന്നത്. ഇനി ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഊന്നി പറയുന്നത്, 4 മാസം സമയമാണ് ഇൻവെസ്റ്റിഗേഷന് സമയം കൊടുത്തിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായിരുന്നെങ്കിൽ ഇത് 1 മാസത്തിനുള്ളിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിച്ചിട്ടുണ്ടാവും. 4 മാസം എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഏതാണ്ട് ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിൽ കേരളത്തിലെ വോട്ടിംഗ് കഴിഞ്ഞു. 4 മാസം എന്ന് പറയുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷന് തന്നെ സമയം കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് വരെയൊക്കെ സമയം കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് SFI, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന് കൈമാറണോ വേണ്ടേ എന്നൊക്കെ തീരുമാനം എടുക്കാൻ നമ്മൾ കാത്തിരിക്കണം. അപ്പൊ ഇതിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സംഗതികളുമില്ല. ഇത് യഥാവിധി, അതായത് നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന് മാത്രം.
അത് മാത്രമേ ഈ അവസരത്തിൽ അതെ. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളൂ. ഇനി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവർ വളരെ വിശദമായിട്ട് തന്നെ ഈ വിഷയം അന്വേഷിക്കും. കാരണം അവരുടെ അന്വേഷണം എന്ന് പറയുന്നത് വെറും ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല. അവിടെ അക്കൗണ്ടൻസിയുടെ എക്സ്പെർട്സ് ഉണ്ടാവും, ഫോറൻസിക് ഓഡിറ്റിംഗിന്റെ എക്സ്പെർട്സ് ഉണ്ടാവും, ബാങ്കിങ്ങിന്റെ എക്സ്പെർട്സ് ഉണ്ടാവും, കമ്പനി നിയമം, അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ടാക്സേഷനെ സംബന്ധിച്ചിട്ടുള്ള എക്സ്പെർട്സ് ഉണ്ടാവും. ഇവരെല്ലാം പരിശോധിക്കും. ഇതൊരു ടാക്സ് ഇവേഷൻ, CMRL ഒരു ടാക്സ് ഇവേഷൻ നടത്താൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടപ്പോഴാണ് ഈ ഒരു തരികിട കരാറ് പുറത്തു വരുന്നത്. വീണ വിജയന്റെ മുഖ്യമന്ത്രിയുടെ മകൾ എടുത്തിട്ടുള്ള കരാർ 3 വർഷമായി യാതൊരു സംഗതിയും ചെയ്തിട്ടില്ല എന്ന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല, BJPയും പറയുന്നില്ല. ആരാ പറയുന്നത്? CMRLന്റെ ഉദ്യോഗസ്ഥന്മാരാണ് പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായി സേവനം സുരേഷ് കുമാർ തന്നെയല്ലേ അതിന്റെ രേഖ സഹിതം പറഞ്ഞത്? തീർച്ചയായിട്ടും. അപ്പോ ഈ പ്രഭാതിനെ പോലുള്ള ആളുകൾ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. പിന്നെ അമിത്ഷാജിയുടെ മകൻ ICCയുടെ ഉത്തരവാദിത്തമല്ല വഹിക്കുന്നത്, അതെങ്കിലും താങ്കൾ മനസ്സിലാക്കണം. അതായത് സ്പോർട്സ്മെനും സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് താങ്കൾ ആദ്യം പഠിക്കുക. സ്പോർട്സ് എന്താണ് എന്ന് താങ്കളുടെ ഒരു കായിക മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കൂ. അദ്ദേഹം BCCIയിൽ അദ്ദേഹം ഓട് പൊളിച്ചിറങ്ങിയതല്ല. കേരളത്തിലെ ക്രിക്കറ്റ് അസോസിയേഷൻ അടക്കം വോട്ട് ചെയ്തിട്ട് എന്നിട്ട് ആ സ്ഥാനം വഹിക്കുന്ന ആളാണ്. അല്ലാണ്ട് പ്രഭാത് ഈ പറയുന്ന സ്ഥാനം വഹിക്കുന്ന പോലെ ഓട് പൊളിച്ചിറങ്ങിയതല്ല. അപ്പൊ അമിത്ഷായുടെ മകൻ ഷാ എന്ന് പറയുന്ന ആള് ക്രിക്കറ്റ് അസോസിയേഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ആ സെക്രട്ടറി സ്ഥാനം വഹിക്കുകയാണ് എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും താങ്കൾക്ക് ഉണ്ടാവണം. അത്യാവശ്യം ദേശാഭിമാനി അല്ലാതെ മറ്റു പത്രങ്ങൾ കൂടി വായിക്കണം എന്നൊരു വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി താങ്കളുടെ മുമ്പാകെ ഞാൻ വെക്കുന്നു.